സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ വൈകിട്ട് 6 മണി മുതൽ 11 വരെയുള്ള പീക്ക് ടൈമിൽ ഉപയോഗം 5066 മെഗാവാട്ടായിരുന്നു. തുടർച്ചയായി മൂന്നാം ദിവസവും മൊത്ത വൈദ്യുത ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. വൈദ്യുതി മന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. വി എ ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, വലിയ വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യം, ആ ഘട്ടത്തിലാണ് എല്ലാ ദിവസവും റെക്കോർഡ് ഉപഭോഗം എന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്നാൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്നും വിവരങ്ങളുണ്ട്. അപ്പോൾ ഏത് തരത്തിലേക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നതൊക്കെ യോഗത്തിൽ ചർച്ചയാകുമോ? അനുജ, തുടർച്ചയായ മൂന്നാം ദിവസമാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പീക്ക് ഉപയോഗമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പീക്ക് സമയത്ത് ഡിമാൻഡ് 5066 മെഗാവാട്ട് ആയിരുന്നു. ഇത് സർവകാല റെക്കോർഡാണ്. ഈ മാസം 11 രേഖപ്പെടുത്തിയ 5024 മെഗാവാട്ടാണ് കഴിഞ്ഞ ദിവസം മറികടന്നത്. ഇത് തന്നെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം 465 മെഗാവാട്ടിന്റെ കുറവ് ഓരോ ദിവസവും ഉണ്ടാകുന്നു. ഇത് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് ഇപ്പോൾ നിറവേറ്റുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തന്നെയാണ്. പകരം പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആലോചനകളിലേക്കാണ് യോഗം ഏതായാലും കടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 6 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേരുന്നത്.